ഹലോ നമസ്കാരം. ഇതെന്താണെന്നല്ലേ, ഇത് നല്ല പഴുത്ത പഴം. ഞാനിപ്പോൾ എന്തിനത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനേലും പഴുപ്പ് അല്പം കുറഞ്ഞതാണ് ഈ ഈ ഈ രണ്ട് കായകൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരു വാഴ കുറച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മൾ വെട്ടി വെച്ചാൽ മൊത്തം പഴുത്ത് നമ്മളിപ്പോൾ ഒരു 4 പേരൊക്കെ ഉള്ള, ഇപ്പോൾ സാധാരണ ഇപ്പോൾ 4 പേരൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് കഴിച്ച് തീരില്ല. വേറെ ആരെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വയസ്സിൽ അങ്ങനെ കൊടുക്കലൊന്നും പ്രായോഗികമല്ല. അപ്പം ഞാൻ അതിനൊരു സൂത്രം കണ്ടതെന്ന് വെച്ചാൽ, ഒരു കായക്കൊല നല്ല മൂത്ത് വിളഞ്ഞു കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കാണില്ലേ, ഇതേമാതിരി കായനെ ഒന്ന് വെട്ടിയിട്ട് ഈ കൊലേനെ അങ്ങ് ചാച്ച് താഴെ ഇടും. എന്നിട്ട് ആദ്യം ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത ഇവിടെ നിന്നൊരു 2 പടലക്കായ എടുത്ത് നമ്മൾ വെച്ചിട്ട് ചെറിയൊരു പാത്രത്തിൽ ചന്ദനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് പഴുക്കും. സൂപ്പറായിട്ട് ഇതേമാതിരി നല്ല കളറുണ്ടാവും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അടുത്ത 2 പടല അതങ്ങ് ചെത്തിയെടുക്കും. ഇതേമാതിരി തന്നെ ചന്ദനത്തിൽ വെച്ചിട്ട് പഴുക്ക് വയ്ക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കായകൾ മുഴുവനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇല്ല നമ്മളിത് ഇവിടെ വെച്ച് വെട്ടിയിട്ടാണ് വീട്ടിൽ കൊണ്ടുപോയി വെക്കണമെങ്കിൽ ഒന്നിച്ച് പഴുക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫുള്ള് വേസ്റ്റാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കില്ലേ? ശ്രദ്ധിച്ചാൽ ബെസ്റ്റാണ്.